പല ആളുകളും സംഭാഷണ മധ്യേ പരാതി പോലെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എനിക്ക് ആരും വില കൽപ്പിക്കുന്നില്ല, എനിക്ക് എവിടെ ചെന്നാലും ഒറ്റപ്പെടലാണ്, എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഒറ്റപ്പെട്ട അനുഭവമാണ്, എൻ്റെ മക്കൾ പോലും എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നില്ല തുടങ്ങി സ്വയം ഇകഴ്ത്തി പറയുന്ന അനുഭവം അവരുടെ ജീവിതത്തിലൊരു സ്വഭാവം പോലെ കൊണ്ടു നടക്കുകയാണ്. സത്യത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വില തന്നില്ലെങ്കിൽ, നമ്മുടെ വാക്കിന് വില തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം അമ്പേ പരാജയം എന്നാണോ? ഒരിക്കലുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മനുഷ്യൻ്റെ പരിഗണനയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പരിഗണനയാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അത് തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യർ അവഗണിച്ചാലും, മനുഷ്യൻ വില കൽപ്പിച്ചില്ലെങ്കിലും ദൈവം വില കൽപ്പിക്കുന്നുണ്ടോ, ദൈവം അവഗണിക്കുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ദൈവം നമ്മെ പരിഗണിക്കുകയും അവഗണിക്കാതിരിക്കുകയും ചെയ്യുന്നെന്ന് ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരാജയഭീതി മാറും, നമ്മുടെ നാണക്കേട് പോലുള്ള ചിന്തകൾ മാറും. നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി പറയാൻ കഴിയും: ദൈവം എന്നെ സ്നേഹിക്കുന്നു, അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഒരു ദൈവഭക്തൻ്റെ വാക്കുകൾക്ക് ദൈവം വില കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം ശ്രദ്ധിച്ച് ആ വാക്കുപോലെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതിന് തിരുവചനം നമുക്ക് തെളിവാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഈ വാക്യമായി വായിച്ച ഈ 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് എന്ന ആ വലിയ പ്രവാചകന്റെ കടന്നുവരവ് അവിടെ വളരെ വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ല്ല തൻ്റെ തുടർന്നുള്ള ജീവിതാനുഭവങ്ങൾ, തൻ്റെ ശുശ്രൂഷകളൊക്കെ കണ്ടാൽ വാസ്തവത്തിൽ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ, ഒരു നോവൽ വായിക്കുന്നത് പോലെ ശ്വാസമടക്കി പിടിച്ചിരുന്ന് അത് മുഴുവൻ വായിച്ചു തീർക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കേണ്ടി വരും. അങ്ങനെ ശ്രമിച്ചു പോകുന്നെങ്കിൽ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം തനിക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആദ്യമായുള്ള തൻ്റെ വാക്കുകൾ തന്നെ. ദൈവത്തിൽ ആശ്രയിച്ച് പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെതായ വിലയുണ്ട് എന്നുള്ളതിന് തെളിവാണ് തുടർന്ന് നടന്ന സംഭവങ്ങൾ. യേഹൂ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. എന്നുള്ള നാളുകൾ ഇസ്രായേൽ കടുത്ത വരൾച്ചയുടെയും വറുതിയുടെയും അനുഭവങ്ങൾ കാണുകയായിരുന്നു. എന്നാൽ ദൈവം പ്രവാചകനെ കെരീത്ത് തൊട്ടിൽ പാർപ്പിച്ച് ഒരു കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും അവന് കൃത്യസമയത്ത് കൊടുക്കുവാൻ ഇടയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വരൾച്ച മൂലം തോട് വറ്റിപ്പോയി, വെള്ളം കിട്ടാനില്ല, ഇനിയും എന്തു ചെയ്യും എന്ന് ചിന്താഭാരത്തോടെ ഇരുന്ന ഏലിയാവിനെ ദൈവം സാരഫത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. ത്തിൽ ബാക്കിയുണ്ടായിരുന്ന അല്പം മാവും തുരുത്തിയിലാകെ ഉണ്ടായിരുന്ന അല്പം എണ്ണയും ഉപയോഗിച്ച് അടുത്ത നേരത്തെ ഭക്ഷണമുണ്ടാക്കി, അതായത് അവസാന അത്താഴം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കിയിരിക്കുകയായിരുന്നവർ. ഏറ്റവും വിഷമകരമായ സാഹചര്യമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും പ്രവാചകന്റെ വാക്കനുസരിച്ച് ഇക്കുള്ളതിൻ്റെ ഒരു പങ്ക് പ്രവാചകന് കൊടുക്കുവാൻ അവർ തീരുമാനിച്ചു, തയ്യാറായി. ദൈവിക അധികാരം ഉപയോഗിച്ച് പ്രകൃതിയെ നിയന്ത്രിച്ച പ്രവാചകന് ഒരു നേരത്തെ വിശപ്പടക്കാൻ ഒരു വിധവയെ ആശ്രയിക്കേണ്ടി വന്നു എന്നത് തികച്ചും അത്യത്ഭുതകരമായ കാര്യമല്ലേ? ഇന്ന് ചിലർ ചെയ്യുന്നത് പോലെ ശുശ്രൂഷകൾ മുഴുവൻ സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന അനുഭവമായിരുന്നില്ല ഏലിയാവിൻ്റേത്. സാരഫത്തിലെ വിധവയുടെ അടുക്കൽ ഏലിയാവിന് വേണ്ടി ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു എന്നത് തികച്ചും അത്ഭുതകരമായ വസ്തുതയാണ്. ഏലിയാവ് വിധവയോട് പറയുന്നത് ഒരല്പം വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ അടകൂടി. ഈ രണ്ടാവശ്യങ്ങളും അന്നത്തെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സാധ്യമാകാൻ പ്രയാസമുള്ള കാര്യമായിരുന്നു. എങ്കിലും ഏലിയാവിൻ്റെ വാക്കിന് അവർ അതനുസരിച്ചു എന്ന് മാത്രമല്ല, ഏലിയാവ് തുടർന്ന് പറയുന്ന വാക്കുകൾ അവർ വിശ്വസിക്കുകയും ചെയ്തു. ഏലിയാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. ആദ്യം സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചു കാണുമല്ലോ, നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വാക്കുകൾ ലോകത്തിൽ ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും, ആര് പരിഗണനയ്ക്കും വിലയ്ക്കും എടുത്തില്ലെങ്കിലും ഒരു കാര്യമുണ്ട്: ദൈവം നിശ്ചയമായും നമ്മുടെ വാക്കുകൾ പരിഗണിക്കുന്നുണ്ട്, അതിന് അതിൻ്റെതായ വില കൽപ്പിക്കുന്നുമുണ്ട്. പ്രതിസന്ധികളെ നോക്കി പിറുപിറുക്കാതെ, പ്രതിസന്ധികളെ നോക്കി ഏതെങ്കിലും നിരയിലൂടെ നിരാശ വെളിപ്പെടുത്താതെ ധൈര്യത്തോടെ വിളിച്ചു പറയണം: ദൈവം അത്ഭുത മന്ത്രിയാണ്, അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ തീർന്നു പോയിട്ടില്ല, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾ നിങ്ങളുടെ വായ തുറന്ന് സംസാരിച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതിരിക്കില്ല. ഏലിയാവിനോട് മാത്രമല്ല,
നമ്മളോടും ഒരേ നീതി ദൈവം പുലർത്തുമെന്നത് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ മുഖാന്തരം തെളിയിക്കപ്പെടും. ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് കാര്യങ്ങൾ പ്രസാദിപ്പാൻ സഹായിക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.